ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിക്കണേ. ഫാത്തിമ ബീവിയുടെ മഹത്വം പഠിക്കണേ. എൻ്റെ പ്രിയമുള്ള ഉമ്മമാര് സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. നമ്മൾ കേൾക്കാത്ത ചരിത്രങ്ങളാ. അള്ളാഹുവിൻ്റെ റസൂൽ ഏറെ സ്നേഹിച്ച പൊന്നുമോളാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിയുടെ നടത്തം, ഫാത്തിമ ബീവിയുടെ ഇരുത്തം, അള്ളാഹിൻ്റെ റസൂലിനെ പോലെ സൗന്ദര്യമുള്ള പൊന്നുമോളാണ് ഫാത്തിമ. ഹബീബായ മുത്തുനബി തങ്ങൾ പരിശുദ്ധമായ മദീനത്തേക്ക് കടന്നു വന്നപ്പോ മക്കത്ത് നിന്ന് എല്ലാം ഇട്ടിട്ട് ശത്രുക്കളുടെ ഉപദ്രവം കാരണം പരിശുദ്ധമായ മദീനത്തിന്റെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വന്നപ്പോ അൻസാരികൾ എല്ലാം മുത്ത് റസൂലിന് കൊടുത്തു. പക്ഷെ ആരംഭ പൂവിന്റെ മുഖത്ത് സന്തോഷം വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്നില്ല. മുത്തുനബി തങ്ങൾക്ക് സന്തോഷമാകുന്നില്ല. മദീനക്കാര് വിഷമിച്ചു പോയി. യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് നബിയേ, ഞങ്ങൾ തന്നത് കുറഞ്ഞു പോയോ നബിയേ? ഞങ്ങൾ വീട് തരാം ഹബീബേ, ഞങ്ങളുടെ മക്കളെ തരാം ഹബീബേ, സ്വത്ത് തരാ നബിയേ, എന്ത് വേണമെങ്കിലും അങ്ങേക്ക് വേണ്ടി തരാ നബിയേ. ആരംഭ റസൂലിന്റെ മുഖത്ത് സന്തോഷം വന്നില്ല. മുത്തുനബി തങ്ങൾ ചോദിച്ചു, എവിടെ ഫാത്തിമ, എവിടെ എന്റെ പൊന്നുമോള് ഫാത്തിമ, എവിടെ? ഞാൻ ഈ പരിശുദ്ധമായ മദീനത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, എനിക്ക് മുമ്പേ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എന്റെ പൊന്നുമോളെ ഒട്ടകപ്പുറത്തിനാ കടത്തി വിട്ടിരുന്നു അൻസാരികളെ. ശത്രുക്കൾ എന്നെ കണ്ടാൽ അവര് വധിച്ചു കളയും. അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഫാത്തിമ, മുത്ത് റസൂലിന്റെ തങ്കക്കുടം ഫാത്തിമ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാ, എനിക്ക് മുമ്പേ പരിശുദ്ധ മദീനത്തേക്ക് എത്തേണ്ട പൊന്നുമോളെ ഫാത്തിമ, എവിടെ എന്റെ ഫാത്തിമ, എവിടെ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. മുത്ത് റസൂല് വല്ലാതെ വിഷമിച്ചു. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കള് ആ മരുഭൂമിയിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നപ്പോ ദൂരെ നിന്നും കടന്നു വരുന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ്. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ, അവര് കണ്ടു കഴിഞ്ഞാൽ ആരംഭ റസൂലിന്റെ പൊന്നുമോൾ അവര് വധിച്ചു കളയുമല്ലോ. സയ്യിദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ മുമ്പിലേക്ക് വന്നിട്ട് ചാടി അങ്ങോട്ട് ഇറങ്ങുകയാ. സയ്യിദ് തങ്ങളെ കണ്ടപ്പോ ശത്രുക്കൾ മുഴുവനും ചോദിക്കുന്നു, ഇവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ, ഇവൻ മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവൻ മുഹമ്മദിന്റെ അനുയായിയാണ്, അതുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ മുഖത്ത് നിന്നും, ഒട്ടകത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ഇറങ്ങിയിട്ട്, എന്റെ ജീവൻ പോകുന്നത് വരെ, എന്റെ ജീവൻ പോയിട്ടല്ലാതെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു ചാടി അങ്ങോട്ട് ഇറങ്ങുമ്പോ ശത്രുക്കള് ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് നോക്കുന്നു. ആരാണ് ആ ഒട്ടകത്തിന്റെ അകത്ത്? ഫാത്തിമ ബീബി അത്ഭുതപ്പെട്ട് പെട്ടെന്ന് ഒട്ടകം നിന്നതല്ലേ, എന്താണ് സംഭവമെന്നറിയാൻ ആ ഒട്ടകത്തിന്റെ മൂടുപലക അങ്ങോട്ട് മാറ്റിയിട്ട് അടിയിലേക്ക് നോക്കുമ്പോ ആരംഭ റസൂലിന്റെ ശത്രുക്കൾ നിൽക്കുകയാ. അവര് ഫാത്തിമയെ കാണുകയാ. ശത്രുക്കൾ വിളിച്ചു പറഞ്ഞ്, ദേ മുഹമ്മദിന്റെ പൊന്നുമോള് ഫാത്തിമ, അവളെ വിടാൻ പാടില്ല, വെട്ടടാ ഒട്ടകത്തിന്റെ കാല്, വെട്ടടാ ഒട്ടകത്തിന്റെ തല, അവളെ ഈ മരുഭൂമിയിൽ വെറുതെ വിടാൻ പാടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ പുറത്തിരുന്നപ്പോ ആ ഒട്ടകത്തിന്റെ കാല് വെട്ടി മാറ്റുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മരുഭൂമിയിലേക്ക് വീണ് മണൽ തരത്തിൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയാ. ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഫാത്തിമ, ആ കാണുന്ന വഴിയിൽ കൂടി പോയിക്കോ ഫാത്തിമ, അത് മദീനത്തേക്കുള്ള വഴിയാ, അത് യസ്രിബിലേക്കുള്ള വഴിയാ, അതിലേ പോയാ നിനക്ക് മദീനത്തെത്താം. ഇവര് കണ്ടാല് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷണമല്ലേ, നിന്നെ കൊന്നു കളയും ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സയ്യിദ് തങ്ങൾ കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ നടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത്
വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിന്നപ്പോ ഒരു അനുചരൻ ഓതി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫാത്തിമ എങ്ങും പോയിട്ടില്ല നബിയേ. അതാ നോക്കൂ, അതാ ഫാത്തിമ കടന്നു വരുന്നു നബിയേ. മുത്തുനബി തങ്ങൾ നോക്കുമ്പോ ഫാത്തിമ ബീവി ആരംഭ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. മുത്തായ നബി തങ്ങൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിട്ട് ചുംബനം കൊടുത്തിട്ട് ചോദിച്ചു, മോളെ ഫാത്തിമ, നിന്റെ ശരീരത്തിൽ മണ്ണ് പറ്റിയല്ലോ മോളെ, നിന്റെ കൈകാലുകൾ മുറിഞ്ഞിരിക്കുന്നല്ല മോളെ, നിനക്കെന്ത് പറ്റിപ്പോയെന്ന് ചോദിച്ചപ്പോ, നിനക്കെന്ത് പറ്റി ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുഴുവനും വധിച്ചു കളഞ്ഞിട്ട് ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവൻ പോയാലും ആരംഭ റസൂലിന്റെ തങ്കക്കുടത്തിന് ഒന്നും ഞാൻ സംഭവിപ്പിക്കില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് മുത്ത് റസൂൽ അതല്ലേ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, മൻ അഹബ്ബ ഫാത്തിമ ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എൻ്റെ ഫാത്തിമായ ഇഷ്ടം വെച്ചാൽ, ആരെങ്കിലും എൻ്റെ ഫാത്തിമായ പ്രണയിച്ചാൽ അവൻ എന്നെ പ്രണയിച്ചിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നമ്മൾ സ്വലാത്ത് കൊണ്ട് ഇന്ന് ഈ സദസ്സ് നമുക്ക് ധന്യമാക്കണം. നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇത് കണക്കൊരു പരിപാടി ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇത് ഹുബ്ബുർ റസൂലിന്റെ സദസ്സാണ്, നമുക്ക് സമയം കുറച്ചാണ്. അതുകൊണ്ട് സ്വലാത്ത്, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ നമുക്കൊരു വലിയൊരു ഐബാണ്. അതുകൊണ്ട് ഉറക്കെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞെങ്കിൽ ആ ഫാത്തിമ ബീവിയുടെ പല അത്ഭുതങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നാം ഫാത്തിമ ബീവിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഗർഭാവസ്ഥയിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ മുതൽ അത്ഭുതങ്ങളുടെ കലവറയായിരുന്നു. ധാരാളം അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ അത്ഭുതങ്ങളുമായിട്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കടന്നു വന്നത്. ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ വയറ്റിൽ വെച്ച അത്ഭുതങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എൻ്റെ പൊന്നുമോളായ ഫാത്തിമ ബീവിയെ ഗർഭം ചുമന്നപ്പോൾ കാന ഹംലൻ ഖഫീഫാ, കാന ഹംലൻ ഖഫീഫാ, ഒരു ഭാരവും എൻ്റെ പൊന്നുമോൾക്കുണ്ടായിരുന്നില്ല. സാധാരണ ഗർഭം ചുമക്കുന്ന അവസരത്തിൽ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്നത് പോലെ ഒരു ഭാരവും എൻ്റെ പൊന്നുമോൾ ഗർഭം ചുമന്ന അവസരത്തിൽ എനിക്കുണ്ടായിരുന്നില്ലെന്ന് ബീവി ഖദീജ. തകല്ലമനീ മിൻ ബത്നി, എൻ്റെ വയറ്റിൽ കിടന്നിട്ട് ഫാത്തിമ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ വയറ്റിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്നോട് സംസാരിക്കുമായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വയറ്റിൽ കിടന്നിട്ട് പ്രസവത്തിന് മുമ്പേ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു എന്ന് മഹദിയായ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ, ഖദീജ ബീവിയുടെ പ്രസവം അടുത്തു. വല്ലാത്ത സന്ദർഭമാണ്, വല്ലാത്ത അത്ഭുത ചരിത്രമാണ്. പ്രസവം അടുത്തപ്പോ ഒരാൾ പ്രസവം എടുക്കാൻ വേണ്ടി കടന്നു വന്നില്ല. നമുക്കറിയാം, അന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കുന്ന സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ ആ മദീനത്തെ, ആ അറേബ്യൻ നാടിലെ നിയമമനുസരിച്ച് ഈ പ്രിയപ്പെട്ട സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു വരും. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ ദീനിന്റെ പ്രബോധനം തുടങ്ങുന്ന സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഗർഭാവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പം മുത്തുനബിയോടുള്ള വെറുപ്പ് കാരണം ഒരാളും ഖദീജ ബീവിയുടെ പ്രസവം എടുക്കാൻ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നില്ല. ഈ ഒരു അവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പ്രത്യേകിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഒരാളുമില്ല. ഒരു പൂർണ്ണ ഗർഭിണിയായ പ്രിയപ്പെട്ട യുവതി ഗർഭമെടുക്കാൻ ആരുമില്ലാതെ വിഷമിച്ച് വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ആ സമയത്ത് 4 സ്ത്രീകൾ ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അലൈഹിന്ന മിനൽ ജമാൽ വന്നൂർ, നല്ല സൗന്ദര്യമുള്ള, നല്ല കാണാൻ അഴകുള്ള 4 സ്ത്രീകള് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, അന ഉമ്മുക്കി ഹവ്വാ,
അന ഉമ്മുക്കി ഹവ്വാ, ഞാൻ ഹവ്വാ ബീവിയ. രണ്ടാമത്തെ പെണ്ണ് വിളിച്ചു പറയുന്നു അന ആസിയ, ഞാൻ ആസിയ ബീവിയാണ്. അന ഉമ്മു കുൽസൂം ഉഖ്തു മൂസ, ഞാൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരിയായിരുന്ന ഉമ്മു കുൽസുവാണ്. അന മറിയം, ഞാൻ മറിയം ബീവിയ. ഇതിനേക്കാൾ വല്ല സൗഭാഗ്യം എന്താണ് കിട്ടേണ്ടത്? ഒരാൾ പോലും പ്രസവമെടുക്കാൻ ഖദീജ ബീവിയുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരത്തില്ലെന്ന് പറഞ്ഞപ്പോ അവിടേക്ക് കടന്നു വന്നത് ലോകത്ത് അത്ഭുതങ്ങൾ കൊണ്ട് കലവറകൾ തീർത്ത 4 മഹദിമാര് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹു, ആ ജനിച്ച ദിവസത്തെ കുറിച്ച് മുത്ത് റസൂൽ പറയുന്നു, കാന ബുശ്റാ അലാ ബുശ്റാ ഫീ ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു എൻ്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഈ ലോകത്തേക്ക് ജനിച്ചു വീണ സമയമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മള് ഫാത്തിമ ബീവിയുടെ ഗർഭാവസ്ഥ മുതൽ തുടങ്ങി പ്രസവത്തിലേക്ക് എത്തി നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. മുത്ത് റസൂല് ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോള് ഫാത്തിമ ജനിച്ചു വീണ സമയത്തിൽ ഞാൻ ആ ഫാത്തിമയെ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു വെച്ചപ്പോ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എൻ്റെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചപ്പോ സ്വർഗത്തിന്റെ സുഗന്ധമായിരുന്നു എൻ്റെ പൊന്നുമോള് ഫാത്തിമയ്ക്കെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. യാ അല്ലാഹ്, മഹദിയായ ഫാത്തിമ ബീവിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ മനോഹരമായി സദസ്സിൽ സംഗമിച്ച ഫാത്തിമ ബീവിയിലൂടെ ഹുബ്ബിന്റെ ബീയിലേക്ക് യാത്ര തിരിക്കാൻ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, വിഷമങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാഹ്. ഫാത്തിമ ബീവിയുടെ ചരിതം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, ഉമ്മമാര്, നീ കബൂലാക്കണേ അല്ലാഹ്. അങ്ങനെ ഫാത്തിമ ബീവിയെ പ്രസവിച്ചു. ഫാത്തിമ ബീവിയെ പ്രസവിക്കുന്ന സമയത്ത് വലിയ അത്ഭുതമാണ്. ആ സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മഹദി ഓടി വന്നു. ഓടി വന്നിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരും. അങ്ങനെ ഫാത്തിമ ബീവിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീടുള്ളത് ഫാത്തിമ ബീവിക്ക് പേരിടലാണ്. നമുക്കറിയാം ഫാത്തിമ ബീവിക്ക് ധാരാളം പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പേരാണ് ഫാത്തിമ എന്ന പേര്. ഈ പേരിന്റെ വിഷയം പറയുമ്പോൾ സാന്ദർഭികമായി നാം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് AI യുഗമാണ്. നമുക്ക് പേരുകളൊക്കെ സിമ്പിളായി കിട്ടും സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് പേരുകൾ കിട്ടും. പക്ഷെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് 20-ലധികം പേരുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഫാത്തിമ. അപ്പൊ ഈ പേരിടുമ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ അസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ അസ്മാഅകും. നാളെ പടച്ച തമ്പുരാന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങളെ അല്ലാഹു വിളിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേര് വെച്ചിട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ പേരിടുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല പേരിട്ട് കൊടുക്കണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നമുക്കറിയാം. ഇന്ന് പേരിടൽ നാം ശ്രദ്ധിക്കാറ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരുകളാണ് നമ്മുടെ മക്കൾക്ക് ഇടുന്നത്. കേവലം പേരിടുക എന്ന് പറയുന്നത് അർത്ഥത്തിൽ മാത്രമല്ല. ഒരു പേരിന്റെ ഫള് എന്ന് പറയുന്നത് അർത്ഥത്തിൽ മാത്രമല്ല, നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെടുത്തി നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബ് മുത്തുനബി തങ്ങളുടെ കരങ്ങളിലേക്ക്, അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക് എടുത്തു വെച്ചിട്ട് മുത്തുനബി തങ്ങളുമായി പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് പോയിട്ട് മുത്തുനബി തങ്ങൾക്ക് പേരിട്ടു മുഹമ്മദി എന്ന പേര്. ഈ പേരിടുന്ന സമയത്ത് പലരും വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനൊരു പേര്? കാരണം ആ നാട്ടിൽ അതുവരെ ഇങ്ങനൊരു പേര് കേട്ട് കേൾവിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദി എന്ന് പേരിട്ടതെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇവൻ സ്തുതിക്കപ്പെടുന്നവനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
അത് അള്ളാഹുവിന്റെ ഖലാ ആണ്, അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ മുത്തുനബിയുടെ പേര് മുഹമ്മദി എന്ന്. ഇനി നാം വിശുദ്ധ ഖുർആൻ ഒന്ന് പരിധി നോക്കിയാൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പേരുകളുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അറിയാം. അതുപോലെ മുത്തുനബി തങ്ങൾക്കും 99ഓളം പേരുകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങൾ നാം ഒന്ന് പരിധി നോക്കിയാൽ ഹബീബായ മുത്തുനബി തങ്ങളുടെ ധാരാളം പേരുകൾ നമുക്ക് കാണാം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയുന്നു യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ. മുത്തുനബി തങ്ങളെ ഓരോ പേര് വെച്ചല്ല വിളിക്കുകയാ. ആരാ വിളിച്ചത്? അല്ലാഹു വിളിച്ചു. ആരിലൂടെ വിളിച്ചു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ മുത്തുനബിക്ക് അല്ലാഹു വിളിക്കുകയാണ്. അപ്പൊ നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പേര് ഇടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ആരിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ മക്കളുടെ പേര് പോലെയായിരിക്കും ഒരുപക്ഷെ അവരുടെ വ്യക്തിത്വം വളർന്നു വരുന്നത് എന്ന് പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കും. നമ്മുടെ മക്കളുടെ പേര് പോലെയായിരിക്കും അവര് ഭാവിയിൽ വളർന്നു വരിക എന്നുള്ളത്. കാരണം ഒരു വ്യക്തിക്ക് ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അരികിലേക്ക് ഒരു പിതാവ് ഒരു പ്രിയപ്പെട്ട കുട്ടിയെ ഇങ്ങനെ വളരെ പിടിച്ചിട്ട് ദേശിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. അനുസരണയില്ല. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തി. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമർ തങ്ങളെ, എൻ്റെ മോൻ വല്ലാത്ത ദേഷ്യത്തിലാണ്, എന്നോട് ആ ഒരു അദബില്ല, ഒരു ബഹുമാനമില്ലെന്ന് പറഞ്ഞു. അപ്പോ ഈ മോനെ തിരിഞ്ഞിട്ട് ഉമർ തങ്ങൾ ചോദിച്ചു, ശരിയാണോ, നീ നിന്റെ ഉപ്പയെ അനുസരിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പൊന്നുമോൻ ചോദിച്ചു, ഉമർ തങ്ങളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? പൊന്നുമോനെ നന്നാക്കാൻ കൊണ്ടുവന്ന് ഉപ്പാക്കിട്ട് തിരിച്ചു പണി കൊടുത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മാതാപിതാക്കൾക്ക് മക്കളോടൊരു ബാധ്യതയില്ലേ ഉമർ ബിൻ ഫാറൂഖ്? ഈ സമയത്ത് ഉമർ തങ്ങൾ ഞെട്ടിപ്പോയി. ഉണ്ട് മോനെ, എന്താണ് വിഷയം? എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്കിട്ടിരിക്കുന്ന പേര് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുമോ? അത് ചോദിച്ചപ്പോ ഈ പൊന്നുമോൻ പറഞ്ഞു, എനിക്കിട്ടിരിക്കുന്ന പേര് കരിവണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, പേരിന്റെ അർത്ഥം കരിവണ്ട്. അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, നീ പേര് മാറ്റാൻ ഉമർ തങ്ങൾ ആദ്യം കൽപ്പിച്ചു. കാരണം ഓരോ പേരുകളും അവരുടെ വ്യക്തിത്വത്തിന് നിർണയിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല പേരുകൾ ഇട്ടുകൊടുക്കണം. നല്ല പേരുകൾ ഇടണം. നല്ല സ്ഥലത്ത് വെച്ച് നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കണം. അങ്ങനെ മഹദിയായ സാന്ദർഭികമായി പേരിന്റെ വിഷയം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് പേരിട്ട് ഏതെങ്കിലും നല്ല മഹാന്റെ ചരിത്രം, റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹയുടെ പേരൊക്കെ നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നല്ല നീയത്തിൽ, ഉദാഹരണത്തിന് പറഞ്ഞാൽ നല്ല നീയത്തിൽ ഈ മഹദിയെ പോലെ എൻ്റെ പൊന്നുമോളെ അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ നീ നന്നാക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തിലുള്ള പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു അസർ, അവരുടെയൊക്കെ ഒരു പ്രതിഫലനം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കാണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 20ഓളം പേരുകൾ ഉണ്ടായിരുന്നു പ്രബലമായ അഭിപ്രായത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഫാത്തിമ എന്നുള്ള പേര്. സിയാദത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിഹാ. ഒരു വ്യക്തിയുടെ പേര് വർദ്ധിക്കാനുള്ള കാരണം, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പേരുകൾ വർദ്ധിക്കാനുള്ള കാരണം ആ വ്യക്തിയുടെ ശറഫിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് പലർക്കും പല പേരുകളുണ്ട്. ഇരട്ട പേരുകളെ കുറിച്ചല്ല പറയുന്നത്, നല്ല മനോഹരമായ പേരുകൾ. ഈ പേരിന്റെ വിഷയം പറയുമ്പോൾ പലരും പലരുടെ മുഖത്തേക്ക് നോക്കും. ആ പേരുകളല്ല, നല്ല മനോഹരമായ പേരുകൾ ഒരു വ്യക്തിക്ക് വർദ്ധിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം തദുല്ലു അലാ ശറഫിഹ, അദ്ദേഹത്തിന്റെ മഹത്വത്തിനെ സൂചിപ്പിക്കാനാണ്. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തന്നെ ധാരാളം പേരുകളുണ്ട്. ധാരാളം പേരുകൾ സൂറത്തുൽ ഷിഫ എന്ന പേരുണ്ട്, ഉമ്മുൽ ഖുർആൻ എന്ന പേരുണ്ട്. അങ്ങനെ ധാരാളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. അപ്പൊ ഇതുപോലൊരു വ്യക്തിയുടെ പേര് വർദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷറഫിനെ അറിയിക്കുന്നു. അപ്പൊ ഫാത്തിമ ബീവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് ഫാത്തിമ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഒരുപാട് നാളായി ഫാത്തിമ ബീവിയെ കുറിച്ച് കേൾക്കുന്നു. മക്കളുടെ പേരിടുമ്പോൾ ഫാത്തിമ ബീവിയോടുള്ള മുഹബ്ബത്ത് വെച്ചിട്ട് ഫാത്തിമ എന്ന് പേരിടുന്നു. എന്തുകൊണ്ടായിരിക്കാം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്?
എൻ്റെ സദസ്സിലുള്ള ആർക്കെങ്കിലും അറിയുമോ? എന്തുകൊണ്ടാ ചിന്തിച്ചിട്ട് ഇത്ര നാൾ ചിന്തിച്ചിട്ടുള്ളവർ ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം ഫാത്തിമ എന്ന് മാത്രം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിക്ക് പേരിട്ടത്? അതിന്റെ കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ വഫാത്തിന് ശേഷം മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റി വളർത്തിയ ഒരു ഉമ്മയുണ്ട്. ആർക്കെങ്കിലും പേരറിയോ? മുത്തുനബിയെ പോറ്റി വളർത്തിയ ഉമ്മ അറിയോ? ആർക്കെങ്കിലും സദസ്സിലിരിക്കുന്ന? ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പറയും, നിങ്ങൾ മരണ വീട്ടിലിരിക്കുന്നത് പോലെ ഇരിക്കരുത്. തിരിച്ച് നമ്മൾ ഒരു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നെഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ഇൻഷാ അല്ലാഹ് മനസ്സിലാവുന്നവരൊന്ന് കൈവക്കുക. കാരണം നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ചരിത്രങ്ങൾ പറഞ്ഞ് നെഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 3 പേർക്കേ മനസ്സിലായിട്ടുള്ളൂ ഇത്രയും പറഞ്ഞതിൽ. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഫാത്തിമ ബീബിക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്? മുത്തുനബി തങ്ങളെ പോറ്റി വളർത്തിയ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേര് എൻ്റെ മക്കൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അവൾ മദ്രസയിലൊക്കെ പഠിക്കുന്നത് ആർക്കെങ്കിലും അറിയുമോ? ഫാത്തിമ ബീബിയെ പോറ്റി വളർത്തിയ ഉമ്മയുടെ പേര് അറിയോ? അല്ലാഹു അനങ്ങാതിരിക്കുന്നു. ഒന്ന് ചിരിക്ക്, എല്ലാവരും ഒന്ന് ചിരിച്ച് ബിസ്മില്ലാ. ഒരു സ്വലാത്ത് സല്ലല്ലാഹു. എല്ലാവരും ഒന്ന് ഉഷാറായിട്ടൊന്ന് എഴുന്നേറ്റിട്ട് ഒരു സ്വലാത്ത്. കാരണം നിങ്ങൾ ഇരുത്ത കാണുമ്പോൾ ഇപ്പൊ പ്രസംഗം നിർത്തണ അവസ്ഥയിൽ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട്, പറ്റുന്നവരും പറ്റാത്തവരും ഒക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഒന്ന് എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. മുത്ത് റസൂലിന്റെ സദസ്സല്ലേ, ഒന്ന് ഒരു സ്വലാത്ത് സല്ലല്ലാഹു അല. സ്ത്രീകളിരുന്നു, പുരുഷന്മാർ സ്ത്രീകൾ ഉഷാറായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും ഇത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. ഉമ്മു നബിന്റെ ഉമ്മായർ ഫാത്തിമയും ആമിനയും നബിയെ മുലകൊടുത്താൽ തിരുപോറ്റിയ ഉമ്മ ബീവി ഹലീമ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവാകുന്ന ഫാത്തിമ ബീവിയുടെ വഫാത്തിന് ശേഷം മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത ഉമ്മയുടെ പേരാണ് ഹലീമ. ആ ഹലീമ ബീവിക്ക് ശേഷവും മുത്തുനബിക്ക് മറ്റൊരു ഉമ്മയുണ്ട്, ഫാത്തിമ ബിന്ത് അസദ്. മുത്തുനബി തങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ഫാത്തിമ ബിന്ത് അസദ്. ആ ഫാത്തിമ ബിന്ത് അസദിനോടുള്ള പ്രണയം കൊണ്ടാണ് ഫാത്തിമ ബീബിക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്. ഫാത്തിമ ബിന്ത് അസദിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ആരംഭ റസൂല ഖബറിന്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മീ ബഅദ ഉമ്മീ. അല്ലാഹുവേ, എന്റെ ഉമ്മയ്ക്ക് ശേഷം എന്നെ പോറ്റി വളർത്തിയ ഫാത്തിമ ബിന്ത് അസദിനോട് നീ കാരുണ്യം കാട്ടണേ അല്ലാ. ഫാത്തിമ ബിന്ത് അസദിന്റെ ഖബറിടത്തിനെ നീ ഞെരിക്കല്ലേ അല്ലാ. ആരംഭ റസൂല് മുത്തുനബി തങ്ങളുടെ ഖമീസ് മാറ്റിയിട്ട് ഫാത്തിമ ബിന്ത് അസദിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു പോയെങ്കിൽ ആ ഫാത്തിമ ബിന്ത് അസദിനോടുള്ള പ്രണയം കൊണ്ടാണ് ഫാത്തിമ ബീവിക്ക് ഫാത്തിമ എന്ന് പേരിട്ടത്. അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ പാഠം, ഇനി ഫാത്തിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം ഫാത്തിമ ബിന്ത് അസദ്. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരുകൾ പഠിച്ചു വെച്ചോ സഹോദരിമാരെ. നമ്മുടെ പെൺമക്കൾക്ക് നമുക്കിടാം. രണ്ടാമത്തെ ഫാത്തിമ ബീവിയുടെ പേരാണ് ഫാത്തിമത്തു സുഹ്റ. ഫാത്തിമത്തു സുഹ്റ, നല്ല സുന്ദരിയായ പൊന്നുമോള്, നല്ല സൗന്ദര്യമുള്ള പൊന്നുമോള്, മുത്ത് റസൂലിനെ പോലെ സൗന്ദര്യമുള്ള പൊന്നുമോള്. മഹദിയായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ സൗന്ദര്യം പറയുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ നടത്ത പോലെ നടത്തമാ. ഹബീബായ മുത്തുനബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സഹാബത്ത് മുഴുവനും വിഷമത്തിലാണ്, എല്ലാവരും ദുഃഖത്തിലാണ്, എല്ലാവരും കണ്ണുനീരിലാണ്. ആ സമയത്ത് അലിയാര് തങ്ങളുടെ മുഖത്ത് മാത്രം
മാത്രം അലിയാർ തങ്ങൾക്കും വിഷമമുണ്ട്. പക്ഷേ എല്ലാ സഹാബത്തിനെ പോലെയും വിഷമമില്ല. ആ ഒരു സമയത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സന്തോഷമല്ല, മുത്തുനബിയുടെ വഫാത്തിന് വിഷമമാണെങ്കിലും ഒരു ഉന്മേഷം കാണുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്, ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്, എന്നോടൊപ്പമുള്ളത് ആരംഭ റസൂലിന്റെ കരളിന്റെ കഷണമായ ബീബി ഫാത്തിമ. ഉറക്കെ ചെല്ലണേ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവിയുടെ രണ്ടാമത്തെ പേരാണ് ഫാത്തിമത്തു സുഹ്റ, നല്ല സൗന്ദര്യമുള്ള പെണ്ണ്. ഫാത്തിമ ബീവിയുടെ മൂന്നാമത്തെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, നമുക്ക് വിഷയം അവസാനിപ്പിക്കണം. വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്ന് പരിശുദ്ധ മദീനത്തേക്ക് എത്തണം. ഫാത്തിമ ബീവിയുടെ മൂന്നാമത്തെ പേര് ഫാത്തിമത്തുൽ ബത്തൂൽ. ഫാത്തിമത്തുൽ ബത്തൂൽ, ദുനിയാവിനോട് വിരക്തിയുള്ള ഫാത്തിമ, ദുനിയാവിനോട് വിരക്തിയുള്ള ഫാത്തിമ. എത്രയെത്ര വിഷമങ്ങൾ വന്നാലും എത്രയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും ഒരു വസ്ത്രം പോലും ധരിക്കാതെ, ഒരു തുണ്ട് വസ്ത്രം മാത്രം, ഒരു നേരം ഒരു പ്രാവശ്യം ധരിക്കാനുള്ള വസ്ത്രം മാത്രമായി മാസങ്ങളോളം വർഷങ്ങളോളം ജീവിച്ച ഫാത്തിമ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ജീവിച്ച ഫാത്തിമ, നല്ലൊരു ഭവനമില്ലാതെ ജീവിച്ച ഫാത്തിമ. പക്ഷേ ആ സമയത്തൊന്നും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് വെറുപ്പ് പറഞ്ഞില്ല, ആരംഭ റസൂലിനോട് വിഷമം പറഞ്ഞില്ല. ഇത്തരത്തില് ദുനിയാവിനോട്, ദുനിയാവിന്റെ ഹുബ്ബ് നഷ്ടപ്പെട്ടു പോയ പൊന്നുമോളാണ് ബീബി ഫാത്തിമ. ഒരിക്കലും മഹദിയായ ഫാത്തിമ ഹബീബ് റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പറത്തേക്ക് ഒരു ഫക്കീറായ മനുഷ്യൻ കടന്നു വരികയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഫക്കീറായ മനുഷ്യനെ ഫാത്തിമ ബീബിയുടെ അരികിലേക്ക് മുത്ത് റസൂല് പറഞ്ഞു വിട്ടു. ഫാത്തിമ ബീബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, യാ ഫാത്തിമ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണേ ഫാത്തിമ. കഴിക്കാൻ ഭക്ഷണമില്ല ഫാത്തിമ, ധരിക്കാൻ വസ്ത്രമില്ല ഫാത്തിമ. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഉണങ്ങിപ്പോയ ശരീരവുമായി നിൽക്കുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞ്, ഞാൻ എന്ത് കൊടുക്കാനാ, ഞാൻ എന്ത് കൊടുക്കാനാ തമ്പുരാനെ. ആ വീടിന്റെ ഉള്ളിലേക്ക്, വീടിന്റെ ഉള്ളിലെ അലമാരയിലേക്ക് പോയി നോക്കുമ്പോ ഒന്നും കൊടുക്കാനില്ല. അവസാനമായി ഖദീജ എന്ന പ്രിയപ്പെട്ട മാതാവ് വിട പറയുന്ന സമയത്ത് ഒരു സ്വർണമാല ഫാത്തിമ ബീവിയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ല പൊന്നുമോളെ ഫാത്തിമ. ഈ ഉമ്മ മരണപ്പെടാൻ പോവുകയാണ് മോളെ. നിനക്ക് ഇനി ഉമ്മയെ കാണണമെന്ന് തോന്നുമ്പോ ഈ മാലയിലേക്ക് മുത്തം കൊടുത്തോ പൊന്നുമോളെ ഫാത്തിമ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഖദീജ എന്ന പ്രിയപ്പെട്ട മാതാവ് വഫാത്തിന്റെ സമയത്ത് കൊടുത്ത ആ മാല അലമാരയുടെ ഉള്ളിൽ നിന്നെടുത്തിട്ട് ഈ ഫക്കീറായ മനുഷ്യന്റെ കരങ്ങളിലേക്ക് പൊട്ടിക്കരഞ്ഞു കൊണ്ടു കൊടുത്തു. ഈ ഫക്കീറായ മനുഷ്യൻ ആ മാലയുമായി ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് ഓടിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മോള് സ്വർഗത്തിന്റെ റാണി അല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വർഗത്തിന്റെ റാണി നബിയേ? അങ്ങയുടെ മോളിനിക്ക് വസ്ത്രം തന്നു നബിയേ, എനിക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു നബിയേ. എന്നിട്ട് ആ ഫക്കീറായ മനുഷ്യൻ പറയുന്നു, റസൂലേ, പക്ഷേ അങ്ങയുടെ മോളിനിക്ക് ഇതൊക്കെ തരുമ്പോ അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു റസൂലേ എന്ന് പറഞ്ഞ പാരമ്പ റസൂലിന് കാര്യം മനസ്സിലായി. ഇതുപോലെ ഉള്ളതെല്ലാം പരിശുദ്ധ ദീനിന് വേണ്ടി കൊടുത്ത പൊന്നുമോളാണ് ഫാത്തിമ, പൊന്നുമോളാണ് ബീബി ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഫാത്തിമത്തുൽ ബത്തൂൽ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മൂന്നാമത്തെ പേരാണ് ഫാത്തിമത്തുൽ ബത്തൂൽ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ നാലാമത്തെ പേര് ഫാത്തിമത്തു സുഹ്റ, ഫാത്തിമത്തു തുഹ്റ, പരിശുദ്ധവതിയായ ഫാത്തിമ. ഫാത്തിമ എന്ന പേര് നമ്മൾ പഠിച്ചു, ഫാത്തിമത്തു സുഹ്റ പഠിച്ചു, ഫാത്തിമത്തുൽ ബത്തൂൽ പഠിച്ചു. നാലാമത്തെ പേരാണ് ഫാത്തിമത്തു തുഹ്റ, പരിശുദ്ധവതിയായ ഫാത്തിമ. ഇവിടെയാണ് അത്ഭുതം. നാം ഇത്രയും നേരം സംസാരിച്ചതുപോലെയല്ല, ഫാത്തിമത്തു തുഹ്റയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഗർഭവതിയായിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടായിരിക്കാം ഫാത്തിമ ബീബിക്ക് ഫാത്തിമത്തു തുഹ്റ, പരിശുദ്ധവതിയായ ഫാത്തിമ എന്ന് പേര് കിട്ടിയത്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, സഹോദരനൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക.
ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഗർഭവതിയായിരിക്കുന്ന അവസ്ഥ, ഫാത്തിമ ബീവിയെ പ്രസവിച്ച അവസ്ഥയല്ല, ഫാത്തിമ ബീവി ഹസനാര് തങ്ങളെ പ്രസവിക്കാൻ വേണ്ടി ഗർഭവതിയായിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പ്രസവം എടുക്കാൻ വേണ്ടി കടന്നു വന്നത് അസ്മാ ബീബി റളിയല്ലാഹു അൻഹയാണ്. ഈ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവിയുടെ ഗർഭം എടുക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഗർഭമെടുക്കാൻ കടന്ന് ആ ഈന്തപ്പന ഓലയുടെ പുരയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിട്ട് ഹസനാര് തങ്ങളുടെ പ്രസവം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അത്ഭുതമാണ് നബിയേ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടുകൊണ്ട് ഓടി വന്നിട്ട് പറയുന്നു, യാ ഹബീബേ, അങ്ങയുടെ പൊന്നുമോൾക്ക് പ്രസവ രക്തമില്ല നബിയേ, പ്രസവിക്കുന്ന സമയത്ത് രക്തം പുറത്തേക്ക് വരുമല്ല ഹബീബേ, ഫാത്തിമായ്ക്ക് പ്രസവ രക്തമില്ല നബിയേ. ആരംഭ റസൂൽ ആ സമയത്ത് അസ്മാ ബീബിയോട് ചോദിച്ചു, അമാ അലിംതി അന്ന ഫാത്തിമ ത്വാഹിറത്തും മുതഹ്ഹറ, നിനക്കറിയില്ലേ അസ്മാ, നിനക്കറിയില്ലേ അസ്മാ, എൻ്റെ ഫാത്തിമ ത്വാഹിറാണ്, എൻ്റെ ഫാത്തിമ മുതഹ്ഹറാണ്, എൻ്റെ ഫാത്തിമ പരിശുദ്ധവതിയാണ്. അതുകൊണ്ടാണ് ആരംഭ റസൂൽ ഫാത്തിമ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തത്, എന്നെ പരിശുദ്ധമാക്കിയതുപോലെ എൻ്റെ പൊന്നുമോള് ഫാത്തിമയെയും നീ പരിശുദ്ധമാക്കണേ അല്ലാ. അതാണ് ഫാത്തിമത്തു തുഹ്റ, പരിശുദ്ധവതിയായ ഫാത്തിമ എന്ന് ഫാത്തിമ ബീബിക്ക് പേര് കിട്ടാനുള്ള കാരണം. ഇങ്ങനെ ധാരാളം പേരുണ്ട്, ഫാത്തിമത്തു സക്കിയ, ഫാത്തിമത്തു റാദിയ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഫാത്തിമ ബീവിയുടെ പേര്. ഈ പേര് പറയുമ്പോൾ നാം ഇന്നത്തെ കാലഘട്ടവുമായി ഒന്ന് ചർച്ച ചെയ്യണം. ഫാത്തിമ ബീവിയുടെ പേരുകളൊക്കെ മനസ്സിലാവുന്നില്ല എൻ്റെ പ്രിയമുള്ളവർക്ക്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ പേരാണ് ഉമ്മു അബീഹ. ഈ പേരൊരു പക്ഷേ നാം കേൾക്കാൻ ഒരു സാധ്യത വളരെ കുറവാണ്. മറ്റെല്ലാ പേരും തുടക്കത്തിൽ ഫാത്തിമ ഫാത്തിമ എന്നുള്ളത് കൊണ്ട് നാം ഇന്നിടുന്ന പേര് പോലെ പക്ഷേ കേട്ടിട്ടുണ്ടാകാം, നമുക്ക് വസ്തുത അറിയില്ലെങ്കിലും. പക്ഷേ ഈ പേരാണ് ഉമ്മു അബീഹ. ഉമ്മു അബീഹ ഇമാമിന ദഹബി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി പറയുകയാണ്, ഫാത്തിമ ബീവിയുടെ മനോഹരമായ പേരാണ് ഉമ്മു അബീഹ. പിതാവിന്റെ ഉമ്മ, ആരംഭ റസൂലിന്റെ ഉമ്മ. എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ഉമ്മു അബീഹ എന്ന പേര് കിട്ടാനുള്ള കാരണം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം മുത്തായ നബി തങ്ങളെ ശത്രുക്കൾ ഉപദ്രവിച്ചപ്പോ ഒട്ടകത്തിന്റെ ചീടണിഞ്ഞ കുടലുമാല ആരംഭ റസൂലിന്റെ പുറത്തേക്ക് കൊണ്ടിട്ടപ്പോ ആ പിഞ്ചോമന പൈതലാകുന്ന ഫാത്തിമ ബീബി കരം കൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് മുത്ത് റസൂലിന് വരുന്ന മുഴുവൻ വിഷമങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തടുത്തു നിർത്തിയ മോളല്ലേ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു ഉമ്മയുടെ ലാളന കൊടുത്ത മോള്, ഒരു ഉമ്മയുടെ ലാളന കൊടുത്ത മോള്. അബവായിൽ വെച്ച് ആമിന ബീബി റളിയല്ലാഹു അൻഹ ആരംഭ റസൂലിന്റെ ചെറുപ്പകാലത്ത് മരണപ്പെട്ടു പോയപ്പോ ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നു വന്ന മുത്തായ നബി തങ്ങൾക്ക് ഒരു ഉമ്മയുടെ സ്നേഹം കൊടുത്ത മോളാണ് ബീബി ഫാത്തിമ. ഉമ്മു അബീഹ എന്ന ഫാത്തിമ ബീവിയുടെ പേര് നാം കേൾക്കുമ്പോൾ ഇവിടെ ധാരാളം മക്കളുണ്ട്, പെൺമക്കളുണ്ട്, പഠിക്കുന്ന ആൺമക്കളുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടത്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉമ്മു അബീഹയായിരുന്നെങ്കിൽ, പിതാവിന്റെ ഉമ്മയായിരുന്നെങ്കിൽ, മുത്തുനബി തങ്ങൾക്ക് ഉമ്മയുടെ സ്ഥാനത്ത് അത്രത്തോളം പരിഗണന കൊടുത്തെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ ഉമ്മയായില്ലെങ്കിലും അവരെ മാതാപിതാക്കളായിട്ടെങ്കിലും നാം കാണണം. കാരണം ഇത് പറയാനുള്ള കാരണം, ഈ ഉമ്മു അബീഹ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാതാപിതാക്കളുടെ അവസ്ഥയും വളരെ വിഷമത്തിലാണ്, വളരെ വിഷമത്തിലാണ്. കാരണം എത്രയോ മാതാപിതാക്കൾ, ഒരുപാട് മക്കളുള്ളവർ മക്കളുടെ സ്നേഹം കിട്ടാതെ പല റോഡിന്റെ വശങ്ങളിലും വൃദ്ധസദനങ്ങളിലും വിഷമത്തോടെ വേദനയോടെ പ്രയാസത്തോടെ കഴിയുന്ന എത്രയോ മാതാപിതാക്കൾ. ഞാൻ ഈ അടുത്ത സമയത്ത് കുറേ ദിവസങ്ങളിലായി ഒരു ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡിഗ്രി എക്സാമുമായി ബന്ധപ്പെട്ട് ഫീൽഡ് വർക്ക് നടത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ടോപ്പിക്ക് കരുനാഗപ്പള്ളി താലൂക്കിലെ ഓൾഡ് ഏജ് ഹോമുകളുടെ അവസ്ഥകളാണ്.
ഞാൻ ഡിഗ്രി ചെയ്തത് സോഷ്യോളജി ആയതുകൊണ്ട് തന്നെ ഈ സോഷ്യലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട ആഷിഖ് ഉസ്താദൊക്കെ ആ വിഷയത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഒരുപക്ഷെ ഫാത്തിമ ബീബിയുടെ ഉമ്മു അബീഹ എന്ന പേര് ഞാനിങ്ങനെ ഈ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ധാരാളം ഉമ്മമാരുടെ ചിത്രങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. കാരണം ഈ ഒരു വിഷയത്തിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫീൽഡ് വർക്കിന് പോയത് ഇവിടുന്ന് കേവലം കുറച്ച് കിലോമീറ്ററുകൾ മാത്രമുള്ള നമ്മുടെ തേവലക്കരയിൽ ഒരു 2 ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. ഒന്നൊരു അച്ഛൻ നടത്തുന്നതാണ്, ഫാദർ, വലിയ സ്നേഹമാണ്. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു മുസ്ലിം സഹോദരൻ നടത്തുന്നതാണ്. അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ധാരാളം ഉമ്മമാരെ കാണാനിടയായി. ധാരാളം ഉമ്മമാർ ഒരു ഉമ്മയോട്, ഒരു അമ്മയോട്, ഉമ്മയാണെങ്കിലും പ്രസവത്തിന്റെ വേദന ഒന്ന് തന്നെ എന്ന് കവി പറഞ്ഞതുപോലെ അവർക്കൊക്കെ മക്കൾ ഉമ്മയായില്ലെങ്കിലും അമ്മയായില്ലെങ്കിലും മക്കളായിട്ടില്ല. കാരണം ഞാൻ ആ വൃദ്ധസദനത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ കരം പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടെ, വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ തരുന്നതിനേക്കാൾ സ്നേഹം എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് ഒരു ഉപ്പ പറയണമെങ്കിൽ എത്രത്തോളം ആ മനസ്സിന് വേദനയുണ്ടായിട്ടുണ്ടാകും. ഒരു ഉമ്മയുടെ കരം ഞാൻ പിടിച്ചപ്പോ ഈ തൊട്ടടുത്ത ദിവസത്തിൽ ആ ഒരു ഓൾഡ് ഏജ് ഹോമിലെ തേവരക്കൽ ഏഞ്ചൽസ് വാലി എന്നാണ് പേര്. നാം പലരും പോയിട്ടുണ്ടാകാം. നാം നമ്മുടെ മക്കളുമായി നമുക്ക് അവധി കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നാം ഒന്ന് പോകണം. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പറയണം, മോനെ, എനിക്കും പ്രായമാകുമ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നീ എന്നെ വിടരുത്. കാരണം കാണിച്ചു കൊടുത്ത് നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. നേരിട്ട് കണ്ടപ്പോൾ വിഷമം വന്നതുകൊണ്ടാണ് മുത്തുനബിക്ക് ഫാത്തിമ ബീബി ഉമ്മയായിരുന്നെങ്കിൽ ഇന്ന് ധാരാളം ഉമ്മമാർക്ക് തങ്ങളുടെ മക്കള് വീട്ടിന്റെ മുമ്പിൽ ഓടിപ്പോകുന്ന ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കരം, നല്ല ഒരു അമ്മയുടെ കൈ ഞാനിങ്ങനെ പിടിച്ചു. ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട മറ്റ് സഹോദര സമൂഹത്തിൽപ്പെട്ട ഒരു അമ്മയാണ്. ഒരുപാട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ആ വൃദ്ധസദനത്തിലുണ്ട്, പല മതത്തിലുള്ളവരുമുണ്ട്. ഇവിടെ മതമല്ലല്ലോ വിഷയം. ആ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് തളർന്നുപോയ അമ്മയാണ്. ഈ അമ്മയുടെ കരങ്ങളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നാം മെല്ലെ ഇങ്ങനെ തടവിയപ്പോ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി തറയിലേക്ക് ഇറ്റു വീണു. ഏത് കണ്ണുനീര്? അവസാന സമയത്ത്, വാർദ്ധക്യത്തിന്റെ സമയത്ത് തളർന്നിരിക്കുന്ന കരങ്ങളിലേക്ക് തന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഉറക്കവും ഉണർവും രാവും പകരുമെല്ലാം മാറ്റിവെച്ചിട്ട് മക്കളെ വളർത്തിയ ആ മക്കളൊന്ന് കരം പിടിക്കാനില്ലാതെ ആരെങ്കിലുമൊക്കെ വന്ന് കരം പിടിച്ചപ്പോ അതുകൊണ്ടുള്ള സന്തോഷത്തിൽ ആ മക്കള് വന്നില്ലല്ലോ എന്നോർത്തിട്ട് വിഷമത്തോടെ ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളുകൾ താഴേക്ക് ഇറ്റ് വീണു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിന്റെ ഉള്ളിലേക്ക് കടന്നു നിട്ടുന്ന മറ്റൊരു മാതാവിനോട് ഞാൻ ചോദിച്ചു. എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വിഹിതം വെച്ച് കൊടുത്തിട്ട് അവസാനം എന്നിൽ നിന്ന് എല്ലാം കിട്ടിയെന്നായപ്പോ അവർ എന്നെയും വിഹിതം വെച്ചിട്ട് ഏഞ്ചൽസ് വാരിയിലേക്ക് കൊണ്ടുവിട്ടു. എന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ കിടന്നിട്ട് എനിക്കിന്ന് മരിക്കണം, ഇവിടെ കിടന്നിട്ട് എനിക്കിന്ന് മരണപ്പെടണം. എനിക്ക് അത്ഭുതം ഉണ്ടാക്കിയ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വിഷയങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ചെന്നു. അപ്പൊ എന്നോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ട് വൈവ നടക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് പലരും ടെൻഷനിലാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിഷയം ഓൾഡ് ഏജ് ഹോമാണ്. അപ്പൊ എന്നെ വൈവ നടത്തിയത് ഒരു ടീച്ചറാണ്. അപ്പൊ ഞാൻ മനസ്സ് നാം നോക്കണം, ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ നാം പഠിക്കണം. വെറുതെ ഉമ്മു അബീഹ ഫാത്തിമ ബീവിക്ക് ഉമ്മയായിരുന്നു എന്ന് പറഞ്ഞ് വെറുതെ കാര്യമില്ല. ഇത്രയും സംഘാടകർ, ഇത്രയും സദസ്സൊരുക്കിയിട്ട് ഈ ആളുകൾ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഒന്നുകൂടി. അപ്പൊ ഞാൻ വൈവയ്ക്ക് വേണ്ടി മുമ്പിലേക്ക് പോയിരുന്നിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ, വൃദ്ധസദനങ്ങളിലൊക്കെ കണ്ട അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ധാരാളമുണ്ട് പറയാൻ, പക്ഷെ നമുക്ക് സമയമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോ അവസാനം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞ ഒരു വാക്കുണ്ട്. അവസാന സമയത്ത്
ആ ടീച്ചർ എൻ്റെ മുഖത്തേക്ക് നോക്കി, ധാരാളം സമ്പത്തുണ്ട്, കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാനും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ അവസ്ഥയും ഇതായിരിക്കുമില്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാര്, ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാര് നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നാം ഒന്ന് ചോദിക്കണം, ഞാനും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ അവസ്ഥയും ഇതാകുമോ എന്ന്. ഞാനും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ അവസ്ഥയും ഇതാകുമോ എന്ന്. ഏതെങ്കിലും വൃദ്ധസദനത്തിന്റെ മുന്നിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്ലേറ്റുമായി കാത്തു നിൽക്കാനുള്ള ഗതികേടാകുമോ അവസാനം എൻ്റെ അവസ്ഥയുമെന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിച്ചിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രണയം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആരംഭ റസൂലിന്റെ പ്രണയം പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് മുത്ത് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമകളിൽ, കാര്യങ്ങളിൽ പ്രധാനമായും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹുബ്ബുൻ നബി പഠിപ്പിച്ചു കൊടുക്കലാണ്, പ്രവാചക പ്രണയം പഠിപ്പിച്ചു കൊടുക്കലാണ്. കാരണം മുത്തുനബി തങ്ങളെ പഠിച്ച ഒരു പൊന്നുമോനും ഒരു മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കളെ നാം നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നാം കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറയണം. അപ്പൊ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മനോഹരമായ പേരാണ് ഫാത്തിമത്തു ഉമ്മു അബീഹ, പിതാവിന്റെ ഉമ്മ. അപ്പൊ ഫാത്തിമ ബീവിയുടെ പേരുകൾ ഇങ്ങനെ നീണ്ടുപോകും. അടുത്തത് ഫാത്തിമ ബീവിയുടെ വിവാഹമാണ്. സമയം 10 മണിയായിട്ടുണ്ട്. നമുക്കിത് പറഞ്ഞിട്ട് മുത്ത് റസൂലിന്റെ ഇഷ്കിന്റെ അവസാനം ചരിത്രം കൂടി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം.